നമ്മുടെ അജിത് ഡോവൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ ഡോവലിന് മിക്കവാറും കേരളത്തിലൊരു ഓഫീസ് തുറക്കേണ്ടി വരും. നമുക്കറിയാം PSLVയുടെ പ്രധാനപ്പെട്ട രണ്ട് ദൗത്യങ്ങൾ PSLV C61, C62, 61, 62 ഈ മിഷനുകൾ പരാജയപ്പെട്ടതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രധാനമന്ത്രി ഡോവലിനെ നിയോഗിച്ചു. ഡോവൽ രഹസ്യമായി തിരുവനന്തപുരത്ത് വന്നു, അന്വേഷണം നടത്തി. അട്ടിമറിയാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. ഉന്നതതല കമ്മീഷനെ നിയമിച്ചു. വാർത്ത വന്നതാണ്. ഇപ്പോഴിതാ ഇന്ത്യയുടെ തന്നെ അഭിമാനമായ നമ്മുടെ വിമാനവാഹിനി വരെ നിർമ്മിക്കുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഗുരുതരമായ പ്രതിസന്ധി വീണ്ടും ഉണ്ടായിരിക്കുന്നു. ഷിപ്പ്യാർഡിൽ അറ്റകുറ്റപ്പണിക്കായി കയറ്റിയ ഒരു കപ്പലിൽ ഐ ലവ് പാകിസ്ഥാൻ എന്ന് എഴുതിയിരിക്കുന്നതായി കണ്ടെത്തി. ആലോചിച്ച് നോക്കണം. നമ്മുടെ രാജ്യത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥാപനമാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നമ്മൾ യുദ്ധക്കപ്പലുകൾ ഉണ്ടാക്കുന്നുണ്ട്, യുദ്ധക്കപ്പലുകൾ നന്നാക്കുന്നുണ്ട്. നമ്മുടെ വിമാനവാഹിനി ഉണ്ടാക്കിയത് അവിടെയാണ്. അതീവ സുരക്ഷയുള്ള സ്ഥലമാണ്. ആയിരക്കണക്കിന് തൊഴിലാളികൾ പണിയെടുക്കുന്നത്. സ്ഥിരം സ്റ്റാഫുണ്ട്, താൽക്കാലിക ജീവനക്കാരുണ്ട്. അതുകൂടാതെ തേർഡ് പാർട്ടി വഴി നിയമിക്കുന്ന പുറം പണി ചെയ്യുന്ന ജോലികളുമുണ്ട്. ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന ഈ സ്ഥാപനത്തിൽ രാജ്യവിരുദ്ധർ കയറിപ്പറ്റിയിരിക്കുന്നു എന്നാണ് ഈ സംഭവം വെളിവാക്കുന്നത്. ഷിപ്പ്യാർഡിനെ സംബന്ധിച്ച് ഇത് ആദ്യത്തെ സംഭവമല്ല. ഏതായാലും ഷിപ്പ്യാർഡിൽ മെയിൻ്റനൻസിന് കൊണ്ടുവന്ന കപ്പൽ, ആ കപ്പലിൻ്റെ പേര്, എവിടെ നിന്ന് വന്ന കപ്പൽ, ഇതൊന്നും പുറത്തു വിട്ടിട്ടില്ല. ആ കപ്പലിലെ തൊഴിലാളികൾ പരിശോധിക്കാനൊക്കെ എത്തുമ്പോൾ കാണുന്ന കപ്പലിൻ്റെ ഉൾഭാഗത്ത് മൂർച്ചയുള്ള എന്തോ ഒരു സാധനം കൊണ്ട് കപ്പലിൻ്റെ ഉൾഭാഗത്തെ ചുമരിൽ ഐ ലവ് പാകിസ്ഥാൻ എന്നെഴുതിയിരിക്കുന്നു. ഈ കപ്പൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത്, ഷിപ്പ്യാർഡിൽ, ആ കപ്പൽ മെയിൻ്റനൻസിനായി കയറ്റിയിരിക്കുന്ന ഭാഗത്ത് CCTV ക്യാമറകളില്ല. അത് മുതലാക്കി സ്ഥാപനത്തിനകത്തുള്ളവർ, പുറത്തു നിന്ന് ആർക്കും കയറാൻ പറ്റില്ല. കൊച്ചിൻ ഷിപ്പ്യാർഡ് കണ്ടിട്ടുള്ളവർക്കറിയാം. തോക്കേന്തിയ CSFൻ്റെ ഭടന്മാർ കാവൽ നിൽക്കുന്നു. അപ്പോൾ അതിനകത്ത് തൊഴിലാളികൾ, നേരത്തെ പറഞ്ഞ പോലെ സ്ഥിരം ജീവനക്കാർ, താൽക്കാലിക ജീവനക്കാർ, തേർഡ് പാർട്ടി ഏജൻറ്റുമാർ വഴി വന്നിട്ടുള്ള ജോലിക്കാർ, ഇവരിൽ ഏതെങ്കിലും ആളുകൾ അവിടെ കയറി, കപ്പലിനകത്ത് കയറി ആളില്ലാത്ത സമയത്ത് ഈ വെസലിൻ്റെ ചുവരിൽ കത്തിയോ അല്ലെങ്കിൽ മൂർച്ചയുള്ള ആയുധം കൊണ്ട് എഴുതിയാൽ മാത്രമേ ഐ ലവ് പാകിസ്ഥാൻ എന്ന് എഴുതാൻ പറ്റുള്ളൂ. അതിനല്പം സമയവും വേണം. ക്യാമറ ഇല്ല എന്ന് കണ്ടിട്ട് ചെയ്തതാണ്. ഈ കപ്പലിരിക്കുന്ന ഈ വെസലിലേക്ക് ആക്സസ് ഉള്ള ഏതാണ്ട് 100ഓളം ആളുകളെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ 100ഓളം ആളുകളുടെ പരിശോധന, അന്വേഷണം ഇപ്പോൾ പോലീസും കേന്ദ്ര ഇൻ്റലിജൻസ് വിഭാഗവും ആരംഭിച്ചു കഴിഞ്ഞു. അതീവ ഗൗരവത്തോടെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇത് കണക്കിലെടുത്തിട്ടുള്ളത്. അജിത് ഡോവൽ നേരിട്ട് ഈ വിഷയം പരിശോധിക്കും. ഒരുപക്ഷെ അജിത് ഡോവൽ കൊച്ചി കപ്പൽ നിർമ്മാണശാല സന്ദർശിച്ചേക്കും എന്നും കേൾക്കുന്നു. അതെന്താ, ഒരു സംഭവം ഇങ്ങനെ ഉണ്ടായതുകൊണ്ട് ഡോവൽ വരുമോ എന്നായിരിക്കും ചോദ്യം. അതിന് ഞാൻ പശ്ചാത്തലം പറഞ്ഞുതരാം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കൊച്ചി കപ്പൽശാലയുടെ ഉടുപ്പി മാൽപ്പ ഡിവിഷനിലെ ഒരു കരാർ ജീവനക്കാരനെ പിടികൂടിയിരുന്നു. അയാളുടെ പക്കൽ നിന്ന് പാകിസ്ഥാനിലേക്ക് മാൽപ്പയിലെ ചില വിവരങ്ങൾ അയച്ചു കൊടുത്തതിൻ്റെ തെളിവുകൾ കണ്ടെത്തി, പിടികൂടി. അവിടെയും ഈ പറഞ്ഞതുപോലെ CCTV ഉണ്ടായിരുന്നില്ല. ഇനി 2021 ഒരു സംഭവം ഉണ്ടായി. കൊച്ചി കപ്പൽ നിർമ്മാണശാലയിലെ ഒരു ജീവനക്കാരനെ, ഇലക്ട്രോണിക് മെക്കാനിക് വിഭാഗത്തിലെ ജീവനക്കാരനെ ഒരു ഹണി ട്രാപ്പിൽപ്പെടുത്തി നമ്മുടെ കപ്പൽ നിർമ്മാണശാലയിൽ, അന്ന് വിക്രാന്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ആ സമയത്ത് അവിടെ നിന്നുള്ള ചില വിവരങ്ങൾ, രേഖാചിത്രങ്ങളെല്ലാം കിട്ടാൻ വേണ്ടി ഒരു ജീവനക്കാരനെ ഹണി ട്രാപ്പിൽ കുടുക്കിയ ഒരു കേസുണ്ടായി. 2021 തന്നെ ഒരു അഫ്ഗാൻ പൗരൻ, അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഒരുത്തൻ വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കി അവിടെ കരാർ ജോലിക്ക് കയറിപ്പറ്റി. തീർന്നില്ല. 2019 INS വിക്രാന്തിൽ നിന്ന് ഹാർഡ് ഡിസ്കുകൾ മോഷണം പോയി. ആലോചിച്ച് നോക്കണം. INS വിക്രാന്തിൽ നിന്ന് നമ്മുടെ വിമാനവാഹിനി കപ്പലിൻ്റെ പണി അവിടെ നടക്കുമ്പോൾ കടലിലും കരയിലും അതീവ സുരക്ഷയോടെ കേന്ദ്രസേന കാവൽ നിന്നാണ് ഈ വിമാനവാഹിനി കപ്പൽ പണിതത്. അങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കെ വിക്രാന്തിൻ്റെ ഹാർഡ് ഡിസ്ക് അടിച്ചുകൊണ്ട് പോയി. അവിടെ പെയിൻറ്റിങ്ങിന് കരാർ അടിസ്ഥാനത്തിൽ വന്ന ബീഹാറിലെയും രാജസ്ഥാനിലെയും തൊഴിലാളികളായ 2 പേരാണ് ഇത് കൊണ്ടുപോയത്. പിന്നീട് ഇവരുടെ ഫിംഗർ പ്രിൻറ്റും ഒക്കെ ട്രേസ് ചെയ്ത്, അവിടെ വന്ന തൊഴിലാളികളുടെയൊക്കെ ട്രേസ് ചെയ്ത് അന്വേഷിച്ച് പോയിട്ട് ഇവരെ പിടികൂടി. ഈ സാധനം ഇവർ വിറ്റത് കണ്ടെത്തി. നോക്കൂ, തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിരന്തരമായി സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാകുന്നത്. ഇത് പറയുമ്പോൾ മറ്റൊന്നുകൂടിയുണ്ട്. കൊച്ചിയിലെ പ്രസിദ്ധമായ മെട്രോ ട്രെയിൻ
കേരളത്തിലെ അഭിമാന പദ്ധതിയാണ്. നിങ്ങളൊക്കെ ഒരു തവണയെങ്കിലും മെട്രോയിൽ കയറിയിട്ടുണ്ടാവാം. ഈ മെട്രോ മുട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മെട്രോയ്ക്കൊരു യാർഡുണ്ട്. ഈ മെട്രോ യാർഡിൽ കൊണ്ടുവന്ന് വണ്ടികൾ സർവീസ് കഴിഞ്ഞ വണ്ടികൾ സൂക്ഷിക്കുന്ന അവിടെയാണ്. ഒരു ദിവസം നേരം വെളുക്കുമ്പോൾ ഈ മെട്രോയിലൊക്കെ ചില ഭീഷണമായ തീവ്രവാദ സ്വഭാവത്തിലുള്ള ചില എഴുത്തുകൾ പെയിൻറ്റ് കൊണ്ട് എഴുതിയിരിക്കുന്നു. ഗ്രാഫിറ്റി എന്നൊക്കെ പറഞ്ഞ് ആളുകളത് ആരൊക്കെയോ വന്നിട്ട് ഭ്രാന്തന്മാർ എഴുതി വെച്ചതാണെന്നൊക്കെ പറഞ്ഞ് തള്ളി നിസാരമായി വിട്ടു. പക്ഷേ ചോദ്യം ഇങ്ങനെയാണ്, ചുറ്റും സുരക്ഷാ ക്യാമറകളുള്ള, കാവൽ നിൽക്കാൻ ഗാർഡുകളുള്ള മുട്ടത്തെ യാർഡിൽ എങ്ങനെ കയറി ഈ ഗ്രാഫിറ്റി എങ്കിൽ ഗ്രാഫിറ്റി മെട്രോ സ്റ്റേഷനിൽ മെട്രോ ട്രെയിനുകളിൽ വരയ്ക്കാൻ പറ്റി? ഇന്നുവരെ ആളെ കണ്ടുപിടിച്ചിട്ടില്ല. ഇന്നുവരെ കൊച്ചിയെ സംബന്ധിച്ച് കൊച്ചിയിൽ സതേൺ നേവൽ കമാൻഡ് കൊച്ചിയിലാണ്, ഷിപ്പ് യാർഡ് കൊച്ചിയിലാണ്, പോർട്ട് കൊച്ചിയിലാണ്. എന്തിന്? കൊച്ചി നഗരത്തിൽ നിന്ന് കഷ്ടിച്ചൊരു 10-12 കിലോമീറ്റർ പോയാൽ NAD ഉണ്ട്, നേവൽ ആംസ് ഡിപ്പോ. അതീവ തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങളിരിക്കുന്ന ഒരു സ്ഥലമാണ് കൊച്ചി. നമ്മൾ കരുതുന്ന പോലെയല്ല. നേവൽ ആംസ് ഡിപ്പോയിൽ ഇരിക്കുന്നത് ഇന്ത്യൻ നേവിക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ആധുനികമായ ആയുധങ്ങൾ സംഭരിച്ചു വെച്ചിരിക്കുന്ന സ്ഥലമാണ്. കൊച്ചി കപ്പൽ നിർമ്മാണശാല എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സൈനിക കപ്പലുകളുടെ അറ്റകുറ്റപ്പണി മാത്രമല്ല, കപ്പലുകൾ നിർമ്മിക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് വെളിപ്പാടകലെയാണ് സതേൺ നേവൽ കമാൻഡ്. അവിടെയാണ് ഒരാൾ കടന്നു കയറി പാകിസ്ഥാൻ അനുകൂലമായി ഞാൻ പാകിസ്ഥാനെ സ്നേഹിക്കുന്നു എന്ന് എഴുതി വച്ചിരിക്കുന്നത്. നിസ്സാര വിഷയമാണോ? അതീവ ഗുരുതരമായ ഒരു സംഗതിയാണ്, ഒരു സംഭവമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കേരളത്തിലെ മാധ്യമങ്ങളൊന്നും വലിയ വാർത്തയൊന്നും ആക്കിയിട്ടില്ല. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അസറ്റുകളിലേക്ക് പാകിസ്ഥാൻകാർ കടന്നു കയറിയിരിക്കുന്നു എന്ന് വരുന്നത്, അല്ലെങ്കിൽ പാകിസ്ഥാൻ അനുകൂലിയായിരിക്കുന്ന, പാകിസ്ഥാനെ സ്നേഹിക്കുന്നവർ കടന്നു കയറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതത്ര നിസ്സാരമായി എഴുതിത്തള്ളാൻ പറ്റുമോ? അപ്പോൾ ഡോവൽ ഏതായാലും ഇത് ഗൗരവത്തിലെടുത്തിരിക്കുന്നുവെന്നും ഒരു പക്ഷേ അദ്ദേഹം കൊച്ചിയിൽ വന്നു പോയാൽ പോലും അത്ഭുതമില്ല എന്നുമാണ് എൻ്റെ ഒരു പോലീസ് സുഹൃത്തിനോട് പറഞ്ഞത്. കാരണം തിരുവനന്തപുരത്ത് അങ്ങനെയായിരുന്നല്ലോ. തിരുവനന്തപുരത്ത് ഡോവൽ വന്ന് എങ്ങനെയാണ് അറിഞ്ഞത്? തിരുവനന്തപുരത്ത് ഡോവൽ വന്നതൊന്നും ആരും അറിഞ്ഞില്ല. ആകെ അറിഞ്ഞത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചിപ്സ് കടയിൽ ഇദ്ദേഹം വന്ന് ചിപ്സ് വാങ്ങിയത് ക്യാമറയിൽപ്പെട്ടു. ക്യാമറയിൽപ്പെട്ടതിലൂടെയാണ് ഇത് ലോകമറിഞ്ഞത്. നമ്മുടെ ഘടാഘടിയന്മാരായ മാധ്യമ സിംഹങ്ങൾ, ചാനൽ പുലികൾ ആരും അറിഞ്ഞില്ല. അവസാനം ഏതോ ഒരാളുടെ മൊബൈലിൽ ഷൂട്ട് ചെയ്ത ഈ വിഷ്വൽസ് പുറത്ത് വന്നപ്പോഴാണ് ഡോവൽ വന്നിട്ട് പോയി. 2 ദിവസമോ മറ്റോ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിലും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സമീപത്തുമൊക്കെ ഡോവൽ പരിശോധനകൾ നടത്തിയിരുന്നു എന്നുള്ള വിവരം ലോകമറിയുന്നത്. ഏതായാലും അതീവ ഗുരുതരമായ ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങൾ മാറുകയാണ്. തിരുവനന്തപുരത്ത് ISROയിൽ ഈ പ്രശ്നം, കൊച്ചി കപ്പൽശാലയിൽ പ്രശ്നം. ഇത് എത്രാമത്തെ തവണയാണ്? അപ്പോൾ കേരളം ഈ പറയുന്നത് പോലെ തീവ്രവാദികളുടെ, പാകിസ്ഥാനികളുടെ ഒരു പ്രധാനപ്പെട്ട ഇഷ്ട കേന്ദ്രമായി, അവർക്ക് സ്വതന്ത്രമായി വിഹരിക്കാവുന്ന, അവർക്ക് പ്രാദേശികമായി സപ്പോർട്ട് കിട്ടുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു എന്നതിന് ഏറ്റവും പുതിയ തെളിവാണ് കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ പാകിസ്ഥാൻ ചാരനുണ്ട് എന്ന് വെളിവായിരിക്കുന്ന ഞെട്ടിക്കുന്ന വിവരം. പക്ഷേ ഇത് കേരളം ഇത് വളരെ കാഷ്വലായിട്ട് കാണുകയാണ്. കാരണം നമ്മൾ അറിയില്ലല്ലോ, നമ്മുടെ വീടിൻ്റെ മുറ്റത്തല്ല കട്ടിലിൻ്റെ അടിയിൽ ബോംബ് പൊട്ടുമ്പോൾ മാത്രമേ നമ്മൾ ഇതുവരെ ഉറങ്ങിയത് ഒരു ഭീകരമായ അവസ്ഥയിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നുള്ളൂ. നമ്മുടെ മുറിക്കുള്ളിൽ വന്നൊരു ആന നിൽക്കുകയാണ്. അത് മതഭീകരതയുടെ, പാകിസ്ഥാൻ പക്ഷപാതത്തിൻ്റെ, ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ, ജിഹാദിൻ്റെ ഭീകരരൂപി നമ്മുടെ ചുറ്റുമുണ്ട്. അത് പാകിസ്ഥാൻ ചാരന്മാരായിട്ടും ഒക്കെ നമ്മുടെ ചുറ്റുമുണ്ട്. ഹമാസ് വരെ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ സമീപ ദിവസമാണല്ലോ SIO എന്തു പറയുന്ന സംഘടന അവരുടെ പോസ്റ്ററിൽ ലോകത്തെ ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ഭീകരന്മാരാണെന്ന് കണ്ട് നിരോധിച്ചിട്ടുള്ള ആളുകളുടെ ചിത്രം വെച്ച് പോസ്റ്റർ അടിച്ച് കേരളത്തിൽ സമ്മേളനം നടത്തിയത്. ഈ കേരളത്തിലാണല്ലോ തൃത്താല ഉറൂസിൽ ഹമാസ് ഭീകരന്മാരുടെ ചിത്രം ആനപ്പുറത്ത് എഴുന്നള്ളിച്ചത്. അപ്പോൾ കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ പാകിസ്ഥാൻ ചാരൻ കയറിയത് അത്ഭുതത്തിന് വകയൊന്നുമില്ല. ഏതായാലും ഡോവൽ സാഹിബ് ഇത് വളരെ ഗൗരവത്തിലെടുത്തിരിക്കുന്നു എന്നുള്ളത് ശുഭപ്രതീക്ഷ നൽകുന്നുണ്ട്. ഡോവലിൻ്റെ കയ്യിൽ ഒരു വിഷയം കിട്ടിയാൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അദ്ദേഹത്തിനറിയാം. അദ്ദേഹം ഇതല്ല, ഇതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങൾ കണ്ടിട്ട് വന്നിരിക്കുന്ന ആളാണ്. ഏതായാലും ശുഭപ്രതീക്ഷയുണ്ട്. ഡോവൽ കേരളത്തിൽ സജീവമായി ഇടപെടട്ടെ.
അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കൂടുതൽ സമയം ആവശ്യമുള്ള സംസ്ഥാനം ഇപ്പോൾ കാശ്മീരല്ല കേരളമാണ് എന്ന് പറഞ്ഞാൽ അതൊരു വെറും പറയലല്ല. ഇന്ത്യ ലൈവ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണേ.